ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അടുത്ത 6 മാസം നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നെല്ലാം തന്നെ നമ്മൾക്ക് നോക്കാം. സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ഫസ്റ്റ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. നമ്മൾക്ക് നോക്കാം, നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അതിന് ശേഷം ഉള്ള 6 മാസമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് എൻ്റെ എല്ലാ റീഡിങ്ങും ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ എപ്പോൾ കാണുന്നോ അതിന് ശേഷമുള്ള ടൈമാണ് എടുക്കുന്നത്. ഓക്കെ, സോ നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. 5 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, ഫുൾ കാർഡ്, ചാരിയറ്റ്, 2 ഓഫ് വാൺസ്, അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റിക്കിൾ, 3 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, മൂൺ കാർഡ്, 5 ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾ, ടവർ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ ചിലരുടെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ഇനി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കോ, അല്ലെങ്കിൽ ഓൾറെഡി മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് അതാണ് നിങ്ങളുടെ ഡിസിഷൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഇവിടെ ബാക്കിയുള്ളവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് 5 ഓഫ് പെൻറ്റിക്കിളും ഫുൾ കാർഡും കിട്ടിയിട്ടുണ്ട്, ആൻഡ് എ ചാരിയറ്റ്. നിങ്ങൾ എത്രത്തോളം ഈ റിലേഷൻഷിപ്പിൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഈ 6 മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. അതായത് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുകയും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. അത് ചിലരുടെ കേസിൽ നല്ലതാണ്. ഒരു ടോക്സിക് അല്ലെങ്കിൽ ഒരു കാർമിക് കണക്ഷൻസിലൊക്കെ നിൽക്കുന്നവർക്ക് അത് നല്ലതാണ്. ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ മെൻ്റലി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, പിന്നെയും വീണ്ടും വീണ്ടും ഒരു ചാൻസ് കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ഈ റിലേഷൻഷിപ്പ് കാരണം 5 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്, ആൻഡ് 5 ഓഫ് കപ്സും ടവർ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബന്ധം തന്നെയായിരുന്നു ഈ പേഴ്സണുമായിട്ട്, നല്ലൊരു കണക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അത് പല കാരണത്താൽ ബ്രേക്ക് ആയിട്ടുണ്ട്. നിങ്ങളുടെ എനർജിയിലൊരു ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ വേറൊരു വ്യക്തി വന്നിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളതായിട്ടും, ചിലരുടെ കേസിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ക്യാഷ് വേ സ്റ്റെബിലിറ്റി ഇല്ലാത്തതും പലർക്കും ഇവിടെ ഒരു തേർഡ് പാർട്ടിയായിട്ട് പറയാൻ സാധിക്കും. ഫാമിലി എതിർത്ത് നിൽക്കുന്നൊരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് 2 പേർക്കും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് ആ പേഴ്സൺ വീണ്ടും വരും, വീണ്ടും ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നു എന്നൊരു തോന്നൽ, ഓക്കെ, മറച്ചു വെക്കുന്നു, എല്ലാം ഓപ്പണായിട്ട് പറയുന്നില്ല എന്നൊരു തോന്നൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് കണ്ടുപിടിക്കാനോ ചോദ്യം ചെയ്യാനോ നിൽക്കുമ്പോൾ വഴക്ക് പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ. അതായത് ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്, മാസ്ക് ഇട്ട രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അത് നിങ്ങളുടെ ഒരു സംശയം മാത്രമല്ല, ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.
സോ ആ പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നേരത്തെ നിന്നതുപോലെയല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഈ ഒരു പേഴ്സണ് ഭയങ്കര മാറ്റം വന്നു തുടങ്ങിയതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്നതല്ല, അത് ശരിയാണ് എന്നതാണ് കാർഡ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. സോ ഇനി മുന്നോട്ടേക്ക് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാനായി പറയുന്നത്. നിങ്ങൾക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാം. 3 മാസം വരെ വെയിറ്റ് ചെയ്യാം. എനിക്കറിയാം 6 മാസത്തെ റീഡിംഗ് ആണെന്നുള്ളത്. പക്ഷേ 3 മാസത്തിൽ ഇവിടെ കുറേ പേർക്കും ഒരു റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് 3 മന്ത്സിൽ. ഓക്കെ, 2 മന്ത്സ് 3 മന്ത്സ് ഗ്യാപ്പിൽ പലർക്കും ഭയങ്കരമായിട്ടൊരു പോസിറ്റീവായിട്ട് റീയൂണിയൻ ഈ പേഴ്സൺ നിങ്ങളുടെ വില മനസ്സിലാക്കി തിരിച്ചു വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഒരു നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പേഴ്സണ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു 2-3 മന്ത്സ് മാക്സിമം 3 മന്ത്സ് നിങ്ങൾക്കിതിൽ വെയിറ്റ് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയില്ല. കാര്യം ഇവിടെ പിന്നെയും ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരു കണക്ഷനോ കാര്യങ്ങളോ അല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു നഷ്ടപ്രണയം അല്ലെങ്കിൽ ആ ഒരു പെയിൻ 2 പേർക്കും ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രി സമയത്തൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം തന്നെ കാണിക്കുന്നു. നിങ്ങൾ കുറച്ചും കൂടി കരിയർ വൈസ് ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാര്യം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണെങ്കിലും ഇതിൽ ക്യാഷിന് ഭയങ്കര പ്രാധാന്യമുള്ളതായിട്ട് കാണിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു 6 മാസം തന്നെ 6-7 മാസമൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഏറ്റവും നല്ല നല്ല അവസരങ്ങൾ വരുന്നൊരു സമയമാണ്. ഈ ടൈമിൽ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഇതിന് ശേഷം ഒരു 6 മന്ത്സിനൊക്കെ ശേഷം ഒരു ജോലിക്ക് ശ്രമിച്ചാൽ മേ ബി അത് കിട്ടണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും ഒരു ഡിലേ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ നിൽക്കുന്നത് കരിയർ വൈസ് കാര്യങ്ങളാണ്. എന്തെങ്കിലും ജോലി നഷ്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ജോലിക്ക് ശ്രമിക്കുക എന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ കരിയറിലാണ്. ആ ഒരു ഇഷ്യൂ കാരണം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറി ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് തന്നെ റീയൂണിയൻ നടക്കും. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് പൈൽ എല്ലാവർക്കും റീകൺസിലേഷൻ നടക്കുന്നല്ല. എന്നാലും ഒരു റീകൺസിലേഷൻ ടൈമാണ് ഞാൻ ഒരു 2 മന്ത്സും 3 മന്ത്സും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു സമയം കാണാൻ സാധിച്ചിട്ടില്ല. കാര്യം ഇതിൽ ഒരുപാട് സമയം ഇനി ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഈ ഒരു 3 മാസം സമയമേ നിങ്ങൾക്കൊരു റീകൺസിലേഷൻ അല്ലെങ്കിൽ റീയൂണിയൻ നടക്കാനായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കും ഒരു 4-ാം മാസം 5-ാം മാസം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടിയാലും അത് സ്റ്റേബിൾ ആയിരിക്കില്ല എന്നതാണ് കാർഡ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, സോ അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. 3 മാസത്തിന് ശേഷമാണ് ഈ പേഴ്സൺ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും ബെറ്റർ. കാര്യം അതിന് ശേഷം വരുന്നത് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഏറ്റവും വേഗത്തിൽ ഒരു 2 മന്ത്സ് 3 മന്ത്സിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു പേഴ്സൺ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ പിടിച്ചു വലിച്ചുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ബെഗ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാതെ ആ പേഴ്സണായിട്ട് ഈ ഒരു 2 മാസം 3 മാസം സമയം മാക്സിമം ഈ ഒരു 3 മന്ത്സിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ പിന്നെയും പോയി സമയം കളയാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഇനിയും കണ്ടുമുട്ടും, ഇനിയും സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. ആ ഒരു പേഴ്സണും രാത്രി സമയമൊക്കെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നേരെ വേറെ ബാക്കി എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനും വിട്ടിട്ട് നിങ്ങൾക്ക് നേരെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്താലും ആ പേഴ്സൺ അതൊന്നും തുറന്നു പറയാത്ത ഒരവസ്ഥയാണ്. നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട്, അതും മറച്ചു വെക്കുന്നുണ്ട്. സെയിം ടൈം ചിലരുടെ കേസിൽ ഈ പേഴ്സണ് വേറെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മേ ബി ഫാമിലി എതിർത്ത് നിൽക്കുന്നൊരു സിറ്റുവേഷനോ അത് കാരണം നിങ്ങളുടെ നേരെ ഒരു എനർജി കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയും അങ്ങനെ പല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ക്യാഷ് മൈൻഡ് ഭയങ്കരമായിട്ടുണ്ട്. ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ്. ഇപ്പോൾ എത്രയൊക്കെ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു പേഴ്സണ്
ക്യാഷ് ഭയങ്കരമായിട്ടുണ്ടാവണം എന്നുള്ളൊരു മൈൻഡും കാര്യങ്ങളും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. 3 months വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ പേഴ്സൺ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾക്കതിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നല്ലൊരു വേറൊരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നോക്കാം. നല്ലൊരു കണക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ വരും. ഓക്കെ, 3 months ഈ പേഴ്സൺ വന്നാൽ സ്റ്റേബിളായിരിക്കും. അതിനുശേഷം വരികയാണെങ്കിൽ അത്ര സ്റ്റേബിളായിട്ട് കാണിക്കുന്നില്ല. അതിനുശേഷം വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാര്യം ഈ ഒരു ട്രോമയിൽ അല്ലെങ്കിൽ ഒരു ചിലരുടെ കേസിലൊരു ടോക്സിക് ആയിട്ടൊക്കെ കാണിക്കുന്നു. സോ ആ ഒരു ട്രോമ മാറിക്കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വില മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, മാനിഫേസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകും. 9 ഓഫ് കപ്സ് ആണ്. ഒരു കപ്പ് ഇവിടെ മിസ്സിംഗ് ആണ്. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സോൾ തന്നെയായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നതാണ്. സോ ഏതാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. യൂണിവേഴ്സിൻ്റെ ആ ഒരു തീരുമാനത്തിനായിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 months, അതിനപ്പുറത്തേക്ക് ഞാൻ വീണ്ടും പറയുന്നു, അധികം ഒരു എന്താ പറയുക, സ്റ്റേബിളായിട്ട് കാണിക്കുന്നില്ല. വരത്തില്ല എന്നല്ല, പക്ഷേ വീണ്ടും പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് തന്നെ ആയാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. വീണ്ടും വീണ്ടും പുറകെ പോകാതിരിക്കുക. അതേപോലെ തന്നെ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യുന്നതും നിർത്തുക. അവിടെ നിങ്ങൾക്കൊരു വാല്യൂവും ഉണ്ടാവുകയില്ല. അതും മനസ്സിലാക്കുക. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറൊക്കെ കൂടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ഒരു അടുത്ത 6 മാസം നിങ്ങൾ സ്പിരിച്വൽ വേയിൽ അല്ലെങ്കിൽ മതപരമായ പള്ളിയിലും അമ്പലത്തിലുമൊക്കെ കൂടുതലായിട്ട് പോകുന്നതായിട്ടും അതിൽ നിന്നും നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പുതിയ പുതിയ വ്യക്തികളെയൊക്കെ പരിചയപ്പെടാനും അല്ലെങ്കിൽ നല്ല നല്ല ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമാധാനം കിട്ടുന്ന ആൾക്കാരെയൊക്കെ വീണ്ടും വീണ്ടും പരിചയപ്പെടട്ടെ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 2 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റിക്കിൾ, പേജ് ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾ, 4 ഓഫ് സോഡ്സ്, 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് പെൻറ്റിക്കിൾ, 3 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഫസ്റ്റ് പൈൽ കുറച്ച് നെഗറ്റീവായിട്ടായിരുന്നു. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു 3 months റീകൺസിലേഷൻ നടക്കും. അതിനപ്പുറത്തേക്കൊരു വെയിറ്റിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലരുടെ കേസിൽ മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ കുറേയും കൂടി പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, ഒരു സെപ്പറേഷൻ ആയിരിക്കാം, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തിരിച്ചുവരവാണ് അടുത്ത 6 മാസത്തിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 6 മാസം വരെ പോകാതിരിക്കാൻ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സ്പിരിച്വൽ വേയിലൊക്കെ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അഫർമേഷൻസും ഫുൾ മൂൺ ഡേയിലൊക്കെ മാനിഫേസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു 6 മാസം പോലും എടുക്കില്ല. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കണ്ടു തുടങ്ങും എന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൊരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു രീതിയിലുമുള്ളൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ കാണാൻ സാധിക്കുന്നില്ല. മേ ബി നേരത്തെ നിങ്ങൾക്ക് 2 പേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലോ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിക്കിട്ടിയിരിക്കുന്നു. പതുക്കെ പതുക്കെ ഓരോ ബ്ലോക്കേജ് മാറിക്കിട്ടുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇത് റെസനേറ്റ് ആകാത്തവർ തീർച്ചയായിട്ടും ഫസ്റ്റ് പൈൽ കണ്ടു നോക്കാം. അതിൽ 2 സൈഡ് സ്റ്റോറിയും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങൾക്ക് റെസനേറ്റ് ആകും. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ഇത് റെസനേറ്റ് ആയി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം തന്നെ പറഞ്ഞ്. സോ മെജോറിറ്റി ആണ് നമ്മൾക്കിവിടെ ജനറൽ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്.
ഈ ഒരു പേഴ്സണ് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിന്നെല്ലാം ഇപ്പോൾ ആൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ പോലും ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചാൽ പോലും റിപ്ലൈ തരാത്ത, ഫോൺ എടുക്കാത്ത, അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പലരുടെയും കേസിൽ ഈ പേഴ്സൺ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, മേ ബി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആയിരിക്കാം. കുറച്ചും കൂടി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഈ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റിലേഷൻഷിപ്പായിട്ട് മാത്രം പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങളൊരു മാരേജ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഒരു ഫ്യൂച്ചറാണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. ഒരു 1 ഇയറിൽ തന്നെ നിങ്ങൾക്കൊരു മാരേജ്, ഈ ഒരു പേഴ്സണെ വിവാഹം കഴിക്കാനും ലൈഫിലേക്ക് സ്വന്തമാക്കാനും ഒക്കെ കഴിയുന്നതായിട്ടും നിങ്ങളുടെ ആഗ്രഹമാണ് ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. ഓക്കെ, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടക്കും. നിങ്ങൾക്കാണ് ഇവിടെ ജസ്റ്റിസ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് ഭയങ്കര ഇഷ്ടം തോന്നി വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ, അങ്ങനെ നിങ്ങളെ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാകുന്നു. അല്ലെങ്കിൽ ഒരു കർമ്മ തിരിച്ചടി കിട്ടിയതാവാം, നേരത്തെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടാവുക. സോ ഒരു കർമ്മ ബേസ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ കുറച്ച് നാളൊന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയും ചില റിലേഷൻഷിപ്പിൽ ഞാൻ കാണാറുണ്ട്. ആ ഒരു കർമ്മയുടെ സമയം കഴിയുമ്പോഴായിരിക്കും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കുക. ആൻഡ് ട്വിൻ ഫ്ലെയിം കണക്ഷനിലും ഇതേപോലെ തന്നെ ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യും. പല റീഡിങ്ങിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും കൂടി എപ്പോഴും വഴക്ക്, പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതൊന്നിക്കുക എന്നുള്ളത് ട്വിൻ ഫ്ലെയിം കണക്ഷനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് ഒന്നിച്ചാൽ ഏറ്റവും നല്ലത് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആ ഒരു എഫേർട്ട് ഇട്ട് ഒന്നിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നും നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു കണക്ഷൻ തന്നെയാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് റീഡിങ് അങ്ങനെ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ രണ്ടുപേരും കുറച്ചൊന്ന് ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണിക്കുന്നു. ഹെൽത്ത് ഇഷ്യൂ കാരണം മേ ബി ഇന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നത്താൽ വയ്യാതായി അത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരവസ്ഥയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ രണ്ടുപേരും ഹെൽത്ത് കുറേയും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു തീരുമാനം എടുത്ത് വരുമ്പോഴത്തേക്കും ഹെൽത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാകില്ല അല്ലേ. സോ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങളാണ്. അതായത് മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഒക്കെ ഉണ്ടാകുന്നതായിട്ടും, സ്വന്തമായിട്ടൊരു വീടോ വാഹനമോ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ജോലി, കാര്യങ്ങൾ, നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ളൊരു കണക്ഷൻ ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളെ കളഞ്ഞിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുള്ള, നിങ്ങളെ മനസ്സിലാക്കാതെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങി ഈ പേഴ്സൺ ഒരു മാറ്റം വന്നു തുടങ്ങും. നിങ്ങളുടെ വെർത്ത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പലർക്കും ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ട. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഒരു 2 months ഒക്കെ കാണിക്കുന്നുണ്ട്. 2 months, 4 months. ഓക്കെ, 4ാമത്തെ മാസമൊക്കെ ഇവിടെ റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാൻ ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം. 2 മാസം, 4 മാസം, ഈ ഒരു ടൈമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് അത് നിങ്ങളിലേക്ക് തന്നെ യൂണിവേഴ്സ് കൊണ്ടുതരും എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ മാസം റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ സ്മൂത്ത് ആയിരിക്കും എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അധികം ഇഷ്യൂസോ കാര്യങ്ങളോ വഴക്കോ പ്രശ്നങ്ങളോ മേ ബി പാസ്റ്റിൽ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പ് കാരണമോ അല്ലെങ്കിൽ പല വ്യക്തികളും പല സാഹചര്യങ്ങളും കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ ഇത്രയും നാളും ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. സോ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നാളുകൾ തന്നെയാണ് വരുന്നത്. റിലേഷൻഷിപ്പിലും അല്ലാതെയും എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു സമാധാനം എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ഗുഡ് ഫോർച്യൂണാണ് വരുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു പ്രപ്പോസലൊക്കെ നോക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 1 ഇയറിൽ നോക്കാം. ഓക്കെ, ഇപ്പം തുടങ്ങി ഒരു 1 ഇയറിൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രപ്പോസൽ വരികയും അത് വിവാഹത്തിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസും കാര്യങ്ങളും ഒക്കെയുണ്ട്. സോ സിംഗിൾസിനും ഇവിടെ
അടുത്ത ഇപ്പോൾ തുടങ്ങിയ ഒരു 1 ഇയർ ഏറ്റവും നല്ല സമയമാണ്. 2 മാസം 4 മാസത്തിലൊക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും അത് പിന്നെ ഒരു എൻഗേജ്മെൻറ്റ് മാരേജിലോട്ടൊക്കെ ഒരു 1 ഇയറിൽ തന്നെ പോകാനുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്കും ഇവിടെ പോസിറ്റീവാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് പലർക്കും ഈ ഒരു പേഴ്സൺ ഡെസ്റ്റിനിയിലുണ്ട്. എന്നാൽ കർമ്മ ബേസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ഇവിടെയുണ്ട്. മേ ബി നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മ കാര്യങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മുൻജന്മ ബന്ധങ്ങളുണ്ടായിരിക്കാം. അത് കാരണം ഈ ജന്മത്തിലും ഇടയ്ക്കൊന്ന് ഡിസ്റ്റൻസ് ഇട്ടൊരു ഹെർമിറ്റ് മോഡിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ്. ഓക്കെ, സോ അങ്ങനെയും ഇവിടെ നമ്മൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു കർമ്മ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ മുൻ ജന്മത്തിലും നിങ്ങൾ തമ്മിൽ ബന്ധമുള്ളതായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കാണുന്ന സമയത്ത് ഇപ്പോൾ കണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു അറ്റാച്ച്മെൻ്റ് ആയൊരു പേഴ്സണെ പോലെ അല്ല നിങ്ങൾക്ക് തോന്നുന്നത്. മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് മുൻ ജന്മത്തിൽ പരിചയമുള്ളതുപോലെ തന്നെ പലർക്കും തോന്നിയിട്ടുണ്ട്. സോ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും. ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാനും വീണ്ടും സംസാരിക്കാനും ട്രാവൽ ചെയ്യാനും പറ്റുന്നൊരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് മാറിക്കിട്ടും. സോ നിങ്ങളുടെ കൈകളിലാണ് ആ ഒരു തീരുമാനം, നിങ്ങൾക്കാണ് ആ ഒരു ഡിസിഷൻ യൂണിവേഴ്സ് വിട്ടു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതെന്താണ്, വേണോ വേണ്ടേ. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കുമെന്നതാണ് നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രം എപ്പോഴും ആലോചിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റുക. നിങ്ങളിലേക്കും കൂടി ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് വരും. ഓക്കെ, എങ്ങനെ ഈ ഒരു പേഴ്സണെ പെട്ടെന്ന് വരുത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സണും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്ത് വരും. ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിലോ വീണ്ടും വീണ്ടും ഒരു ഡിലേ വന്ന് 2, 3, 4 മാസം എന്ന് പറഞ്ഞു പോകത്തേ ഉള്ളല്ലേ. സോ അത് വേണ്ട. നിങ്ങളെ സ്നേഹിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതിന് ശേഷം ബാക്കിയുള്ളവരെ സ്നേഹിച്ചാൽ മതി എന്നതാണ് എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.